നമസ്കാരം. ഇന്നലെ മലയാള മനോരമ ദിനപത്രത്തിലെ പ്രധാന വാർത്തയോടെയാണ് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ കത്തിപ്പടരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടനും അതിന് തൊട്ടു പിന്നാലെ മാതൃഭൂമിയും ഇത് കൈകാര്യം ചെയ്തെങ്കിലും മനോരമ പ്രധാനപ്പെട്ട വാർത്തയാക്കിയതോടെ സകല ചാനലുകളും രാവിലെ മുതൽ ബ്രേക്കിംഗ് അടിച്ച് വശം കെടുകയായിരുന്നു. പക്ഷേ റിപ്പോർട്ടർ ചാനൽ മാത്രം കമാന്നൊരക്ഷരം മിണ്ടിയില്ല. ആളുകൾ റിപ്പോർട്ടർ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വാ തുറക്കട മുതലാളി എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഒന്നും അറിയാത്തതുപോലെയായിരുന്നു അരുൺകുമാർ അടക്കമുള്ള പ്രമുഖരെല്ലാം ഇന്നലെ വൈകുന്നേരം വരെ വാർത്തയുമായി മുമ്പോട്ട് പോയത്. വൈകിട്ടായപ്പോഴേക്കും ഇങ്ങനെ പോവാൻ കഴിയാത്തതുകൊണ്ട് കാട്ടുകള്ളൻ ആൻഡോയുമായി അഭിമുഖത്തിനിരിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ എന്ന വ്യാജബിംബം. സാമാന്യം വിവരമുള്ള ഒരു കോളേജ് അധ്യാപകനായിരുന്ന അരുൺകുമാറിൻ്റെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ഏറെ ചിന്തിച്ചത്. അരുൺകുമാർ ഇന്നലെ എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ ആൻഡോയെ മുമ്പിലിരുത്തി അഭ്യാസം ആരംഭിച്ചു. ആൻഡോയോട് എണ്ണി ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യത്തിനൊക്കെ ആൻഡോ അപ്പോൾ തന്നെ ഒരു പേപ്പർ ഉയർത്തി ഇങ്ങനെ കാണിക്കും. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറുണ്ടോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ട്, ഇതാ പിടിച്ചോ. ആൻഡോയുടെ മറുപടി. ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയുണ്ടോ? റിസർവ് ബാങ്കിൻ്റെ അനുമതിയുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം അപ്പോൾ തന്നെ ഉണ്ട്, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. എന്നാൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഉണ്ട്, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൈരേഖ കാണിക്കുന്നതല്ലാതെ ഒരു രേഖയും വ്യക്തമായി കാണിക്കുന്നില്ല. സാധാരണഗതിക്ക് ഒരു വിവാദമുണ്ടാകുമ്പോൾ ആ വിവാദത്തിൻ്റെ മുനയൊടിക്കാൻ ചെയ്യുന്നത് രേഖ വ്യക്തമായി ആളുകൾക്ക് വായിക്കാവുന്നതുപോലെ കാണിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അവർ ഈ രേഖകളൊന്നും വ്യക്തമായി കാണിക്കാതെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് രേഖകൾ കാണിക്കുന്നത്? തീർച്ചയായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ രേഖകളൊന്നും യഥാർത്ഥമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല, വാക്കുകളിൽ മാത്രമായിരിക്കും. രണ്ട്, ഇതിൽ ചില രേഖകൾ സത്യമായിരിക്കും. ആ രേഖകൾ പിന്നീട് ബ്രേക്ക് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇതിൽ ഉള്ള ഏതെങ്കിലുമൊക്കെ രേഖകൾ ബ്രേക്ക് ചെയ്ത് കാണിച്ച് ഇതുവരെ ഉണ്ടായ വിവാദത്തിൻ്റെ മുനയൊടിക്കാനായിരിക്കും ലക്ഷ്യം. എന്തായാലും സകല രേഖകളുമുണ്ട്, വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞ ആൻഡോ മൊയലാളി പൊട്ടിത്തെറിക്കുകയായിരുന്നു. മലയാള മനോരമയാണ് ആൻഡോ ടാർഗറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ മനോരമയിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചു. അതിൻ്റെ കൂറാണെന്നാണ് പറയുന്നത്. അതെ, മുഖ്യമന്ത്രിക്ക് ഭക്ഷണം ലഭ്യമല്ല, മനോരമക്കാർക്കാണെങ്കിൽ മറ്റാർക്കും ഭക്ഷണം കൊടുക്കാനുമില്ല. എന്തായാലും അതുകൊണ്ടാണ് ഈ വാർത്ത വന്നത്. അന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞ് അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. മാത്രമല്ല UDF കൺവീനർ അടൂർ പ്രകാശ് റിപ്പോർട്ടർ ചാനലിനെ പൂട്ടുമെന്ന് പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി കാണിക്കുന്നു. മരമുറി ചാനൽ എന്ന പേര് കാണിക്കുന്നില്ല കേട്ടോ, അതവർക്ക് നാണക്കേടാണ്. മരമുറി ചാനൽ എന്ന് തന്നെ പറഞ്ഞാണ് അടൂർ പ്രകാശ് അന്ന് വെല്ലുവിളിച്ചത്. അത് കാണിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കിവിടെ 3 മാസമായി ഒരു മാധ്യമ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. എന്തൊരു നീതിയാണ്! മാധ്യമങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? കാലിൽ പിടിക്കണമെന്ന് പറഞ്ഞു, സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു പലരും ഞങ്ങളുടെ അടുത്തെത്തി. ഇല്ല, ഞങ്ങൾ നിർഭയം മാധ്യമ പ്രവർത്തനം നടത്തും. ആരുടെയും കാലിൽ പിടിച്ച് ആരോടും സെറ്റിലേക്ക് ഞങ്ങൾക്ക് പണി ചെയ്യേണ്ട. സത്യത്തിൻ്റെ പടയാളികളാണ് ഞങ്ങൾ, അങ്ങേയറ്റം പോരാടുമെന്നൊക്കെ പറഞ്ഞ് വലിയ വികാരം കൊള്ളുകയാണ്. എന്നിട്ട് MRFൻ്റെ GSTയെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തി എന്ന് പറഞ്ഞ് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സഹതാപം തോന്നി. കാരണം ഈ വാചകമെല്ലാം അടിച്ചിട്ടും ഒരു മനുഷ്യനു പോലും ഇവർ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഒരു വ്യക്തിക്കും ഇവരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരടക്കം, കമ്മി സൈബർ സാഹിത്യകാരന്മാരടക്കം എല്ലാവരും ഒരുമിച്ച് റിപ്പോർട്ടറിനെ ചീത്ത വിളിക്കുന്നു. ഒരാൾ പോലുമില്ല സൈബർ ഇടത്തിൽ ഇവരെ ന്യായീകരിക്കാൻ. കാരണം ആൻഡോയും സഹോദരന്മാരും കള്ളന്മാരാണെന്ന്, മോഷ്ടാക്കളാണെന്ന്, തട്ടിപ്പുകാരാണെന്ന് കേരളീയ സമൂഹം അറിഞ്ഞു കഴിഞ്ഞു. മാധ്യമ സ്ഥാപനത്തിന് കുപ്പായമണിഞ്ഞുകൊണ്ട് തട്ടിപ്പ് തുടരാനായിരുന്നു ഇവരുടെ പദ്ധതി. ആകെ ആശയക്കുഴപ്പമുള്ളത് റിപ്പോർട്ടർ ചാനലും AFIയും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. കരാറിൽ ഏർപ്പെട്ടിരുന്നോ? ഉണ്ട് എന്നവർ തീർത്തു പറയുന്നു. ഇന്നവർ ചില രേഖകൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങളിൽ അന്വേഷിച്ചു. അങ്ങനെ ഒരു കരാർ ഉണ്ടെങ്കിൽ തന്നെ അതിൽ അതിശയിക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ കരുതിയിരുന്ന ഒരേ ഒരു സാധ്യത, ഒരു കരാറേ ഇല്ല, മെസ്സി അറിഞ്ഞിട്ടില്ല, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവർ വലിയ തട്ടിപ്പ് നടത്തിയെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണെങ്കിൽ പോലും അതിശയിക്കേണ്ടതില്ല. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റിനെതിരെ ഇത്തരം ആരോപണം നേരത്തെ തന്നെയുണ്ട്. അവർ ലോകമെമ്പാടും ഇത്തരം കച്ചവടങ്ങൾ നടത്തുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയിൽ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഇന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ തട്ടിപ്പ് ഒരുപക്ഷെ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞുകൊണ്ടാവും. മെസ്സി അറിയണമെന്നില്ല. AFIയുടെ ട്വീറ്റാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്നത് സത്യമാണെങ്കിൽ
അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് കരുതേണ്ടി വരും. അത്തരമൊരു പശ്ചാത്തലം അവർക്കുണ്ട്. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ തലയൂരുമോ? ഇല്ല. സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. സംസ്ഥാന സർക്കാരുമായി എന്തിടപാടാണുള്ളത്? പ്രശാന്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടർ ചാനലും AFAയും തമ്മിൽ കരാറില്ല എന്നല്ല, സംസ്ഥാന സർക്കാരും AFAയും തമ്മിൽ കരാറില്ല എന്നാണ്. സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവുമില്ല, സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ എങ്ങനെയാണ് ഈ പബ്ലിസിറ്റി കിട്ടിയത്? സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ എങ്ങനെയാണ് കേന്ദ്രാനുമതി വാങ്ങിയത്? സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ എങ്ങനെയാണ് പണം കൈമാറിയത്? ഇതാണ് അതിൻ്റെ ഗൗരവമായ കുറ്റകൃത്യം. ഇങ്ങനെ AFAയുമായി റിപ്പോർട്ടർ ചാനലിന് കരാർ ഉണ്ടെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെ ആഴം കൂടുകയാണ്. സംസ്ഥാന സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട്, അവരെ മുമ്പിൽ നിർത്തി, അവരെ പറ്റിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കബളിപ്പിച്ച് നിയമവിരുദ്ധമായി പണം ഇടപാടുകൾ നടത്തി. ആൻഡോ ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയുണ്ട്, താൻ സ്പോൺസറാണെന്ന്. അതുതന്നെയാണ് ഏറ്റവും വലിയ കുരുക്ക്. എന്താണ് സ്പോൺസറിൻ്റെ പണി? ഒരു ഈവൻറ്റിൻ്റെ ഫണ്ട് കണ്ടെത്തി കൊടുക്കുകയാണ് സ്പോൺസറിൻ്റെ പണി. എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ സ്പോൺസറാണ്, സംസ്ഥാന സർക്കാരാണ് സംഘാടകർ. അപ്പോൾ സംസ്ഥാന സർക്കാർ റിപ്പോർട്ടർ ചാനൽ പണം കൊടുക്കണം. സംസ്ഥാന സർക്കാർ നിയമ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കി ആ പണം കൈമാറണം. എങ്കിൽ മാത്രമേ റിപ്പോർട്ടർ ചാനൽ സ്പോൺസർ ആവത്തുള്ളൂ. ഇവിടെ റിപ്പോർട്ടർ ചാനൽ നേരിട്ടാണ് പണം കൈമാറിയത്. പണം കൈമാറിയത് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ അല്ല, നേരെ മറിച്ച് അമേരിക്കയിലുള്ള ഇതിനകം നികുതി വെട്ടിപ്പിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിക്കാണ്. ആ കമ്പനിയും കേരള സർക്കാരും തമ്മിൽ എന്താണ് ബന്ധം? കേരള സർക്കാരിന് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും അനുമതി കൊടുത്തത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് പണം കൊടുക്കാനാണ്. അതിനുവേണ്ടി അമേരിക്കയിൽ ഒരു കമ്പനിക്ക് പണം കൊടുക്കാനല്ല. എന്ന് മാത്രമല്ല, കേരള സർക്കാരല്ല പണം കൊടുത്തത്, കേരള സർക്കാരാണ് കൊടുത്തതെങ്കിൽ പണം കേരള സർക്കാരിന് കൈമാറണം റിപ്പോർട്ടർ ചാനൽ. ഇവിടെ നേരിട്ടാണ് സ്പോൺസർ എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടർ ചാനലും അമേരിക്കയിലെ കമ്പനിയും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയത്. അപ്പോൾ പിന്നെ സ്പോൺസർ എന്ന് പറയുന്നത് വ്യാജമായ ആരോപണമല്ലേ? മറ്റ് രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഈ സ്പോൺസർ എന്തിനാണ് 72 കോടി മുടക്കി കലൂർ സ്റ്റേഡിയം പുതുക്കി പണിതത്? അതും സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമാണോ? അങ്ങനെയെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. 126 കോടിയും അതിൻ്റെ GST ആയ 24 കോടിയും അടങ്ങുമ്പോൾ 150 കോടിയായി. 72 കോടി സ്റ്റേഡിയം പണിയാനായി. ഏതാണ്ട് 222 കോടി ഈ രണ്ട് ഇടപാടിൽ തന്നെ അവർ മുടക്കുന്നു. ഈ 222 കോടി മുടക്കി കേരളത്തിൽ ഒരു പരിപാടി നടത്താൻ മാത്രം റിപ്പോർട്ടർ ചാനലിന് എന്ത് സാധ്യതയാണുള്ളത്? നമ്മളൊരു പരിപാടി സ്പോൺസർ ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാൾ ലാഭമുണ്ടാവണം. 1 രൂപ കൊടുത്താൽ നമുക്ക് 2 രൂപ കിട്ടണം. റിപ്പോർട്ടർ ചാനൽ 222 കോടി രൂപ മുടക്കി ഒരു പരിപാടി സ്പോൺസർ ചെയ്താൽ അവർക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത്? സ്പോൺസർ എന്ന് പറഞ്ഞാൽ 1 രൂപയും വേറെ കിട്ടില്ല, പണം മുടക്കുന്ന ആളാണ്. 1 രൂപ അങ്ങോട്ട് കിട്ടില്ല, ലാഭം ഉണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഇത് മുഴുവൻ തട്ടിപ്പാണ്. സ്പോൺസർ എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ്. രേഖകളിൽ വ്യക്തമാകുന്നത് റിപ്പോർട്ടർ ചാനൽ ഇതിൻ്റെ ഈവൻറ്റ് മാനേജരായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന അവകാശം. എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനലാണ് മെസ്സിയെ കൊണ്ടുവരുന്ന പരിപാടിയുടെ അവകാശം നേടിയെടുത്തത്. ആ അവകാശം അനുസരിച്ച് റിപ്പോർട്ടർ ചാനൽ ഈവൻറ്റ് കോർഡിനേറ്ററാണ്, ഈവൻറ്റ് മാനേജറാണ്. റിപ്പോർട്ടർ ചാനലാണ് സ്പോൺസേഴ്സിനെ കണ്ടെത്തേണ്ടത്, ചെലവ് കണ്ടെത്തേണ്ടത്, പണം കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ ഒരു വലിയ കച്ചവടമാണ് നടത്തിയത്. ഇവിടെയാണ് നിയമപ്രശ്നം ആരംഭിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാർ ഒരു അന്താരാഷ്ട്ര ഈവൻറ്റ് 200 കോടിയോളം മുടക്കി നടത്തുന്നുണ്ടെങ്കിൽ പങ്കാളികളെ കണ്ടെത്താൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായി റിപ്പോർട്ടർ ചാനലിനെ കണ്ടെത്തുന്നതിന് മുൻപ് അവർ ഇത്തരത്തിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം, ടെൻഡർ വിളിക്കണം. ഏറ്റവും മെച്ചപ്പെട്ട ടെൻഡറിനാണ് അനുമതി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്വജന പക്ഷപാതമാണ്. ചുരുക്കി പറഞ്ഞാൽ സ്പോൺസർ എന്ന് പറഞ്ഞ വ്യാജമാണ്. സ്പോൺസർ പണം മുടക്കുന്ന ആൾ മാത്രമാണ്. എന്തിനാണ് അവർ 222 കോടി മുടക്കുന്നത്? 1 രൂപ പോലും കിട്ടാതെ? റിപ്പോർട്ടർ ചാനലിന് 222 കോടി മുടക്കി ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ മാത്രമുള്ള മാർക്കറ്റ് ഉണ്ടോ? അതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഈവൻറ്റ് മാനേജരാണ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അതായത് ലാഭം ഉണ്ടാക്കാം. ഇവർ മുഴുവൻ പിടിക്കുന്നു, നടത്തുന്നു, ലാഭം ഉണ്ടാക്കാം. അതിന് ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവരെ മാത്രം തിരഞ്ഞെടുത്തത്? സംസ്ഥാന സർക്കാരിന് മുമ്പിൽ നിർത്തി ഇതൊക്കെ ചെയ്തു എന്നതുകൊണ്ടാണ് നിയമവിരുദ്ധമാവുന്നത്. പണം കൊടുത്താലും ഇല്ലെങ്കിലും, കൈമാറിയാലും ഇല്ലെങ്കിലും, AFAയുമായി കരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയാണ് AFAയ്ക്ക് സ്പോൺസറുമായി കരാറിൽ ഏർപ്പെടാൻ പറ്റുന്നത്? അടുത്ത ചോദ്യമാണ്. ഇവർ പറഞ്ഞ സ്പോൺസറാണെന്ന്. സ്പോൺസറുമായിട്ടാണ് കരാറിൽ ഏർപ്പെടുന്നത്, സംസ്ഥാന സർക്കാരുമായല്ലേ? മുഴുവൻ തട്ടിപ്പാണ്, മുഴുവൻ കള്ളത്തരമാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമമാണ്. എന്തായാലും വെളുപ്പിക്കാനിറങ്ങിയ റിപ്പോർട്ടർ മുതലാളിക്ക് നാട്ടുകാരുടെ തെറി ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. മുതലാളിക്ക് മാത്രമല്ല, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ ഇറങ്ങിയ അരുൺകുമാറിനും TV പ്രസാദിനുമൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. TV പ്രസാദ് ഇതാ ഞങ്ങളുടെ സത്യസന്ധനായ മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോഴാണ് നാട്ടുകാർ തെറി വിളിക്കുന്നത്. അരുൺകുമാറിന് മറ്റൊരു നിവൃത്തിയൊന്നുമില്ല. അരുൺകുമാർ വെളുപ്പിച്ച് തെറി ചോദിച്ചു വാങ്ങുന്നു. മാധവ് സ്മൃതി പരുത്തിക്കാടും ഈ പണി നമുക്ക് കിട്ടാതിരിക്കണമെന്ന് പ്രാർത്ഥിച്ച്
വെറുതെ മൂക്ക് സാക്ഷിയായിരിക്കുന്നു. എന്തായാലും റിപ്പോർട്ടർ ഇതുവരെ നടത്തിയ കള്ളത്തരങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. AFIയുമായി അവർക്കൊരു കരാറുണ്ട് എന്ന് പറഞ്ഞ് ആ കരാർ പുറത്തുവിട്ടായിരിക്കും ഇനി തടി തപ്പാൻ ശ്രമിക്കുന്നത്. മുംബൈയിലെ ധനകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നൊരു പ്രമുഖൻ ഇന്നലെ ഈ വിശദീകരണം കണ്ടതിന് ശേഷം എനിക്ക് ഇങ്ങനെ എഴുതി. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. ഇന്റർനാഷണൽ ഫോറിൻ റെമിറ്റൻസ് ചെയ്യണമെങ്കിൽ ബെനഫിഷ്യറി, അതായത് പണം സ്വീകരിക്കുന്ന ഫോറിനാൾ, കമ്പനിയുടെ പല പേപ്പർ വേണം. അല്ലെങ്കിൽ പണം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് അയക്കാൻ അനുമതി ഒരു ബാങ്കും കൊടുക്കൂല. അതായത് റിപ്പോർട്ടർ ചാനലിന് അങ്ങോട്ട് പണം കൊടുക്കണമെങ്കിൽ ആ ബാങ്കിന് നിരവധി രേഖകൾ കൊടുക്കണം. ചുമ്മാതെ മടക്കാൻ പറ്റില്ല. ഇവർ നുണ പറയുകയാണ്, കള്ളപ്പേപ്പറാണ് കാണിക്കുന്നത്, ജനങ്ങളെ പറ്റിക്കുകയാണ്, ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്ററിൽ കേസുണ്ട് എന്ന് ഇവന്മാർ പറയുന്ന കള്ളത്തരമാണ് എന്ന് ഇവരുടെ വർത്തമാനം പറയുന്നു. അത് ഏത് രാജ്യത്തെ ആർബിട്രേഷൻ സെന്ററിൽ ഇവന്മാർ പറയുന്നില്ല. ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്ററിൽ ഈ പണത്തിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ കരാറിലെ ആർബിട്രേഷൻ ക്ലോസ് കാണിക്കണം. അതുപോലെ എവിടെയാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത്, ആ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം. 126 കോടി കൊടുത്തിട്ട് എന്തുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നില്ല? അതിന് കേസുണ്ടെന്ന് പറയുന്നു. എവിടെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ആർബിട്രേഷന്റെ വിശദാംശങ്ങൾ പുറത്തു വരാത്തത്? ഇന്നലെ റിപ്പോർട്ടർ ചാനൽ മുതലാളി അയാളെ സ്വയം വെറുപ്പിക്കാൻ കുറെ പേപ്പർ എടുത്ത് വായിക്കുന്നത് കണ്ടു. റിപ്പോർട്ടർ എന്ന കമ്പനിയാണ് വിദേശത്തുള്ള ഒരു കമ്പനിക്ക് ഇത്രയും $multi-million അയക്കുന്നത് എങ്കിൽ അയാൾ പറഞ്ഞ SBI ബാങ്ക് വിദേശ കമ്പനിക്ക് ഡബിൾ ടാക്സ് ഇല്ല എന്ന നിലയ്ക്ക് പല പേപ്പറുകളും SBIയിൽ കൊടുക്കണം. വിദേശ കമ്പനിക്ക് ഡബിൾ ടാക്സേഷൻ്റെ പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന പേപ്പറുകൾ കൊടുക്കണം. അതിൽ ഫോം 10 മുതൽ തുടങ്ങും. അതെല്ലാം തന്നെ പണം അയക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് അപ്രൂവൽ ചെയ്യണം. ഇനി AFIയിൽ കരാറുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികത ബ്യൂണസ് എയറസിലുള്ള ഇന്ത്യൻ എംബസി, ഡൽഹിയിലുള്ള അർജന്റീൻ എംബസി അറ്റസ്റ്റ് ചെയ്യും. ഇനി AFCയുമായി കരാറുണ്ടെങ്കിൽ അത് ഉറപ്പാക്കേണ്ടത് ഈ ബ്യൂണസ് എയറസിലെ ഇന്ത്യൻ എംബസിയാണ്. കാരണം രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരുമായി ഇടപെടലാണ്. ഇനി കരാർ AFIയും റിപ്പോർട്ടർ ചാനലും തമ്മിലാണെങ്കിൽ വേറൊരു തേർഡ് പാർട്ടിക്ക് പണം അയക്കാൻ പറ്റില്ല എന്ന് ബാങ്ക് തന്നെ പറഞ്ഞ് ആൻഡ്രോയിഡ് തിരിച്ചയക്കും. ഇപ്പോൾ പറയുന്നത് AFIയും റിപ്പോർട്ടറും തമ്മിലാണെന്നാണ്. അത് വളരെ വിചിത്രമാണ്. ഒരു സ്പോൺസറായിരിക്കുന്ന റിപ്പോർട്ടറും അസോസിയേഷൻ തമ്മിൽ എങ്ങനെയാണ് കരാറുണ്ടാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പണം അയക്കാൻ സംസ്ഥാന സർക്കാർ അയക്കുന്ന പണം പോലെയല്ല, അവർ ഒരിക്കലും പണം അയപ്പ് നടക്കില്ല. ഇനി ഇവർ പറയുന്നത് പോലെ ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്ററിൽ റിപ്പോർട്ടർ അല്ലെങ്കിൽ ആൻഡോ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കോടതിയിലാണ് എന്നും അയാൾക്ക് പറയാനുള്ള ബാധ്യതയുണ്ട്. അത്തരം ഡിസ്പ്യൂട്ടുകൾ സിംഗപ്പൂർ ആർബിട്രേഷൻ സെന്ററിലോ ലണ്ടൻ ആർബിട്രേഷൻ സെന്ററിലോ ഇംഗ്ലീഷ് ലോയിൽ മാത്രമേ നടക്കൂ. കേൾക്കുമ്പോൾ ഇത് മൊത്തം ഉഡായിപ്പാണ്. ED, CBI, NIA സംയുക്തമായി അന്വേഷിക്കാൻ VD സതീശൻ എത്രയും പെട്ടെന്ന് ഉത്തരവിടണം. ഇത് കേരള പോലീസിന്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യമല്ല. ഈ അടുത്ത കാലത്ത് നടന്ന മൊട്ടയുടെ യാത്രകളും പരിശോധിക്കണം. ഇനി ഈ പറഞ്ഞ AFIയും അമേരിക്കയിൽ പണം അയച്ചു കൊടുത്തു എന്ന് റിപ്പോർട്ടർ ചാനൽ അവകാശപ്പെടുന്ന കമ്പനിയുമായുള്ള റിലേഷൻ ലെറ്റർ SBIക്ക് കൊടുക്കണം. പണം അയച്ച് ട്രാൻസ്മിറ്റർ സ്വിഫ്റ്റ് M500 കോപ്പി റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടണം. അതിൽ എന്ത് പർപ്പസിനെ ആണ് SBI രേഖപ്പെടുത്തും. ഇതിലൊരു പുതിയ കഥാപാത്രം അമീർ ആയിഷ ബീഗം, ഇവർക്ക് അബ്ദുൾ റഹ്മാൻ എല്ലാ ഇമെയിൽ കോപ്പിയും അയച്ചിട്ടുണ്ടെന്ന് വാർത്ത അവർ പറയുന്നത് അർജന്റീനയുമായി ആശയവിനിമയം നടത്താനാണ് അവരെ ഉപയോഗിച്ചത് എന്ന്. ഇവിടെ തമാശ, ഈ ഐഷ ബീഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവർക്ക് സ്പാനിഷ് ഭാഷ അറിയുമോ? അർജന്റീനയിൽ സ്പാനിഷ് ഭാഷയാണ് ആശയവിനിമയത്തിന് എങ്കിലും ഇംഗ്ലീഷ് അധികം പേർക്കും അറിയാം. നോക്കുക, ഇവർ പറയുന്നതൊക്കെ ഉഡായിപ്പാണ് എന്ന് ഒരു വിദഗ്ധൻ എനിക്ക് എഴുതി അയച്ചു തന്ന കാര്യമാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ന്യായീകരിച്ച് മടുക്കുകയാണ്. നാട്ടുകാർ തെറി വിളിച്ചും